നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്പീച്ചിനും ഫുൾ മാർക്ക് കിട്ടും. ഫസ്റ്റ് സാല്യൂട്ടേഷൻ ഇല്ലാണ്ട് സ്പീച്ച് തുടങ്ങാൻ പറ്റില്ല. പിന്നെ സ്പീച്ചിൽ ടൈറ്റിൽ വേണമെന്ന് കുറെ പേർക്ക് സംശയമാണ്. സ്പീച്ചിൽ ഒരു കാരണവശാലും ടൈറ്റിൽ എഴുതി വെക്കരുത്. സ്പീച്ചിന് എന്ത് ടൈറ്റിൽ? ഏതെങ്കിലും സ്പീച്ചിന് ടൈറ്റിൽ ഉണ്ടാവുമോ? ഇല്ല. സ്പീച്ചാണ്, സംസാരിക്കുകയാണ്, ടൈറ്റിൽ ഇല്ല. സാല്യൂട്ടേഷൻ വേണം. എന്നാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആണ് ഏറ്റവും ജനറൽ ഓഡിയൻസിന് നിങ്ങൾ കൊടുക്കേണ്ട സാല്യൂട്ടേഷൻ. എന്നാൽ സ്കൂളിലാണ് നിങ്ങൾ സ്പീച്ച് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ അത് എന്തായാലും വേണം. അതിനുശേഷം എന്ത് ചെയ്യുക? ടോപ്പിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ഇൻട്രൊഡക്ഷൻ എന്നാണ്. ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദി ടോപ്പിക്, അല്ലെ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ടോപ്പിക്, അല്ലെ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റോ അല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റോ എന്ത് വേണമെങ്കിൽ പറയാം. ടുഡേ ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ദി ടോപ്പിക് എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ ടോപ്പിക്കിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ്, അല്ലെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അല്ലെ എന്താണ് ഗാന്ധിയുടെ വാല്യൂസ്. ഗാന്ധിയുടെ വാല്യൂസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഗാന്ധിയുടെ വാല്യൂസ് എന്താണ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എന്താണ് മക്കളെ? നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സ്പീച്ചിൽ നല്ല സ്പീച്ചാണെങ്കിൽ എങ്ങനെയാണോ പറയുക അതുപോലെ എന്ത് ചെയ്യുക? സ്ട്രക്ചേർഡ് ആയിട്ട് പറയാം. അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷനിൽ എന്ത് ചെയ്യാം? സജഷൻസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ കൺക്ലൂഷൻ എന്താണ്? ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ്, അല്ല ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സേയിങ് ദാറ്റ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒന്നും കൂടി പറയാം. അത്രയുള്ള സംഭവം. ഇത്രയും 4 കാര്യങ്ങളുണ്ടെങ്കിൽ സ്പീച്ചിന് ഫുൾ മാർക്കാണ്. ഓക്കെ, ഒരു സ്പീച്ചിന്റെ എക്സാമ്പിളിലൂടെ കാണാം നിങ്ങൾക്ക്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, സാല്യൂട്ടേഷൻ വന്നു. ടുഡേ ഓൺ ദി ഒക്കേഷൻ ഓഫ് ഗാന്ധി ജയന്തി ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു മൈ ഡ്രീംസ് അബൌട്ട് ദി ഫ്യൂച്ചർ ഇന്ത്യ. ഇൻട്രൊഡക്ഷൻ ആയി അല്ലെ, ബേസിക് ഇൻട്രൊഡക്ഷൻ ആയി. ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദ ടോപ്പിക് ഓഫ് ഓൺ ദി ഒക്കേഷൻ ഓഫ് ഗാന്ധി ജയന്തി എഴുതി വെച്ചാൽ മതി. പിന്നെന്താണ് പിന്നെ ഓരോ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ പോയിന്റ് വൈസ് സൈഡിൽ എഴുതി വെച്ചിട്ട് പിന്നെ അത് സെന്റൻസിലേക്ക് ആക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. അവസാനം എന്ത് ചെയ്യുക? കൺക്ലൂഷൻ പറയാം. അപ്പൊ ഇൻ കൺക്ലൂഷൻ ദി ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സേയിങ് ദാറ്റ് the future of India that I dream of is one of that is free from discrimination, superstition and corruption എന്നൊക്കെ എഴുതി വെക്കുക. ടുഡേ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് ബൈ സേയിങ് ദാറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും സിമ്പിൾ. ഓക്കെ, സെറ്റാണോ? ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അത് ശ്രദ്ധിക്കാതെ തോന്നിയ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അപ്പോഴാണ് മാർക്ക് പോവുക. അല്ലാണ്ട് ഇംഗ്ലീഷ് നിങ്ങളുടെ മോശമായതുകൊണ്ടോ നിങ്ങൾ അടിപൊളിയായതുകൊണ്ടോ ഒരു ഡിഫറൻസും കാര്യമായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഫുൾ മാർക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്ന പകുതി കുട്ടികളുടെയും ശരിക്കത്തെ ഇംഗ്ലീഷ് ലെവൽ മോശമാണ്, സംസാരിക്കാൻ മോശമാണ്. എന്നാൽ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന പലരും എന്താണ് മാർക്ക് ഫുൾ മാർക്കിന് അടുത്ത് പോലും കിട്ടാറില്ല. സംഭവം എന്താണ്? ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ്. സ്പീച്ച് ആൻസർ, സ്പീച്ച് ആൻസർ കഴിഞ്ഞു. അത്രയും വായിച്ച് നോക്കുക. നാളെ ഇരുന്ന് വായിച്ച് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായിച്ച് നോക്കുക. പോയിന്റ്സ് വേണം നോട്ട് ചെയ്ത് വെച്ചു. കാരണം അതേ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ പരീക്ഷയിൽ വരുന്നെങ്കിൽ പോയിന്റ്സ് ഉണ്ടാവും, പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ച് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ മറ്റന്നാൾ പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ എന്തൊക്കെയോ ഓർമ്മയുണ്ടാവും.